ഹലോ ഗുഡ്വിൽ പാചകത്തിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈന്തപ്പഴം വെച്ച് അടിപൊളി ഒരു ബോണ്ടയാണ്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ഈന്തപ്പഴം ബോണ്ട ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ബൗൾ വെച്ചിട്ടുണ്ട്. ബോണ്ട ഉണ്ടാക്കാനായിട്ട് ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 2 ചെറിയ സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈന്തപ്പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പോൾ എന്നാലും നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ ചെറിയൊരു മധുരത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് 2 ചെറിയ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുക. അതിലൂടെ ഒരു മധുരമൊക്കെ ഇന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ലേശം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക നമ്മൾ ചതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എള്ളെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടി ചേർക്കാം. ഇല്ലെങ്കിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് എള്ള് നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ടൈറ്റ് രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായി ടൈറ്റ് രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇവനെ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. പൊടിക്ക് വെള്ളത്തോടെ ചേർത്ത് കൊടുക്കാം. ലേശം നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് ഗോതമ്പ് മാവിൽ മൈദമാവ് മിക്സ് ചെയ്ത് സ്റ്റഫ് ചെയ്തിട്ടാണ്, ഈന്തപ്പഴം സ്റ്റഫ് ചെയ്തിട്ടാണ് സാധാരണ പൊരിച്ച് വരുന്നത്. ഇത് നമ്മൾ അല്ലാണ്ടാണ്, നമ്മൾ ഈന്തപ്പഴത്തിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പൊളിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് സെൻറ്റർ ഒന്ന് പൊളിച്ചിട്ട് കുരു ഒന്ന് എടുത്ത് കളയും. മുഴുവൻ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഹാഫ് ഒന്ന് പൊളിക്കും, അതിൽ നിന്ന് കുരു എടുത്ത് കളയും. എന്നിട്ട് ബാറ്ററി മുക്കി നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. നമ്മുടെ ഈന്തപ്പഴം ബോണ്ട നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ബോണ്ട അടിപൊളിയായി റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഹണി മുക്കി കഴിക്കാം. മധുരം കുറവുള്ളവർക്ക് ഹണി മുക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോ ഈവനിങ് സ്നാക്സിലോ നമുക്ക് സുഖമായിട്ട് കഴിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. നമ്മൾ വീടുകളിൽ പോയി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിധി.